നെയ്യാറ്റിൻകരയിൽ ചിതയൊരുക്കി ആത്മഹത്യാ ശ്രമം. നെയ്യാറ്റിൻകര വ്ളാങ്ങാമുറി സ്വദേശി നളിനകുമാരിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 67 വയസ്സായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് നളിനകുമാരിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് പുറകുവശത്താണ് ചിതയൊരുക്കിയത്. നളിനകുമാരിയുടെ ഭർത്താവ് 1 വർഷമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ സമ്മതം മൂളി നടനും സംവിധായകനുമായ രമേശ് പിഷാരടി. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ രമേശ് പിഷാരടിയുണ്ട്. പാലക്കാട് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് പകരം രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായേക്കും. കെ മുരളീധരൻ വട്ടിയൂർക്കാവ് ഉറപ്പിച്ചതോടെ പിഷാരടിയുടെ പേരാണ് അന്തിമ പരിഗണനയിലുള്ളത്. കണ്ണൻ ഗോപിനാഥിന്റെ പേരും ചർച്ചയിൽ വന്നിരുന്നു. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് KPCC കൈമാറിയിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അതിജീവതയുടെ അഭിഭാഷക. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിനെതിരെ കോടതിയലക്ഷ്യ നടപടി ഫയൽ ചെയ്യാനാണ് അഡ്വക്കേറ്റ് TP മിനിയുടെ നീക്കം. കോടതിയലക്ഷ്യ നടപടി ഫയൽ ചെയ്യാൻ അഡ്വക്കേറ്റ് ജനറലിന്റെ അനുമതി തേടി നടിയുടെ അഭിഭാഷക കോടതി മുറിയിൽ വന്നിരുന്നു. ഉറങ്ങുകയാണ് പതിവെന്ന് ജഡ്ജി പരാമർശം നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. 2024 മുതലുള്ള വിചാരണ കോടതി നടപടിയുടെ CCTV അടക്കം പരിശോധിക്കണമെന്നാണ് ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ M സ്വരാജ് മത്സരിക്കില്ല. സ്വരാജ് വേണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം സംസ്ഥാന നേതൃത്വം തള്ളി. തൃപ്പൂണിത്തുറ പിടിക്കാൻ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെ രംഗത്തിറക്കാനാണ് CPM തീരുമാനമെന്നാണ് വിവരങ്ങൾ. കൊച്ചി മുൻ മേയർ അനിൽകുമാറിനെയും പരിഗണിച്ചില്ല. MP ഷൈനി വൈപ്പിൻ മണ്ഡലം സ്ഥാനാർത്ഥിയാകും. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയാണ് ഷൈനി. നാളത്തെ സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. എറണാകുളത്തും തൃക്കാക്കരയിലും CPM പൊതു സ്വതന്ത്രനെ പരീക്ഷിക്കാനാണ് ആലോചിക്കുന്നത്. റോഡിൽ തേങ്ങ ഉടച്ച് സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ച് അവിടെ തന്നെ പിറന്നാൾ കേക്ക് മുറിച്ച് ചാണ്ടിയുമ്മൻ MLA. ചാണ്ടിയുമ്മൻ MLAയുടെ 40ാം പിറന്നാളായിരുന്നു ഞായറാഴ്ച. റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിൽ, ബ്ലോക്ക് പ്രസിഡന്റ് ലതാ സലിമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിനു കെ പോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം സിനി മാത്യു, പഞ്ചായത്ത് അംഗം KB ഗിരീഷൻ തുടങ്ങിയവർ പങ്കെടുത്തു.